ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. നമുക്ക് ഒരു അപ്പവും കുറുമയും ചെയ്താലോ? അപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിട്ടൊരു വീട്ടുവെക്കൽ തയ്യാറാക്കിയാലോ? നല്ല മഷ്റൂമൊക്കെ ചേർത്ത് നമുക്ക് സവാളയും കിഴങ്ങും ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്ത് കുറച്ചേറെ മഷ്റൂമൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റായിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒരു കറി തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമുക്കിതിൽ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ ചെയ്ത അപ്പമാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് കണ്ടു നോക്കാം. നിങ്ങളിത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരു 1/2 കിലോ പച്ചരി 4 മണിക്കൂർ കുതിർത്ത് ഒരു 3/4 മുറി തേങ്ങയും പഞ്ചസാരയും മാത്രം ചേർത്താണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഒരു 8 മണിക്കൂർ പുറത്തിരുന്ന ശേഷം നമ്മൾ രാത്രിയിൽ അപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. രാവിലെ എടുത്ത് ചുടുന്നതിന് 1 മണിക്കൂർ മുമ്പേ വെടി വെച്ചിട്ട് നമുക്കപ്പം ചുടാം. ഇവിടെ എടുത്തിരിക്കുന്നത് സവാളയും കിഴങ്ങും ബീൻസും ക്യാരറ്റും കുറച്ച് മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാബേജും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ കുക്കറിലാണ് വേവിക്കേണ്ടത്. മഷ്റൂം കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് നല്ല കഴുകി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാബേജും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കെല്ലാം കൂടെ കുക്കറിൽ വേവിച്ചെടുക്കാം. 1-2 പച്ചമുളകും ചേർക്കാം. നമുക്കെല്ലാം കൂടെ കുക്കറിൽ വേവിച്ച്, ഇപ്പോൾ തേങ്ങാപ്പാലിലാണല്ലോ വേവിക്കുന്നത്. അപ്പം നമുക്ക് മൂന്നാമത്തെ പാൽ, അവസാനത്തെ പാൽ കുറച്ച് ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് വേവിച്ചെടുക്കാം. മഷ്റൂമും എല്ലാം ചേർത്ത് ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കാം. നമ്മൾ ക്യാരറ്റ്, ബീൻസും കിഴങ്ങും സവാള പച്ചമുളക് പിന്നെ ചെറുതായിട്ട് നമ്മൾ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മഷ്റൂമും എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്താണ് ക്യാബേജ് എടുത്തിരിക്കുന്നത്. മഷ്റൂമും നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് നല്ലപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തതാണ്. എല്ലാം ചേർത്ത് നമുക്ക് ഉപ്പും വെള്ളവും ചേർത്ത് തേങ്ങാപ്പാലിൻ്റെ അവസാനത്തെ പാലും ചേർത്ത് വേവിച്ചെടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി 2 സ്പൂണും മുളക് പൊടി എരിക്ക് ആവശ്യത്തിന് കുറച്ച് മതിയാവും. നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് സവാളയും നമ്മൾ വാട്ടാതെ ഇതിൽ തന്നെ ഒരുമിച്ച് ചേർത്താണ് വേവിക്കുന്നത്. വാട്ടി ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇന്ന് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താണ് എളുപ്പം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് ചേർത്താണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മഷ്റൂമൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയും കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം രണ്ടാമത്തെ പാലും ചേർക്കാം. രണ്ടാമത്തെ പാലും ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇതൊന്നും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ പാല് ചേർത്താൽ മതിയാവും. നല്ലപോലെ തിളച്ച് വറ്റി വരുന്നുണ്ട്. നമുക്കിനിയും ഒരു കടുക് താളിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവസാനത്തെ പാലും ചേർക്കാം. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് നമ്മൾ മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്ന ഗരം മസാലപ്പൊടിയാണ്. അപ്പം നമുക്ക് ചെറുതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് കടുവും താളിക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കടുവും പൊട്ടിയതിന് ശേഷം മുളകും ചേർത്ത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് അവസാനത്തെ പാലും ചേർക്കാം. നല്ലപോലെ ഇളക്കി നമുക്ക് കടുക് താളിച്ചതും ചേർക്കാം. നമ്മുടെ ഇവിടുത്തെ സ്റ്റൂ റെഡിയായിട്ടുണ്ട്. നല്ലൊരു കുറുമ കറിയാണിത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ മഷ്റൂമൊക്കെ ചേർത്തുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചിടുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ്, നല്ല മണമാണ്. കറിയുടെ സ്വാദിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മണം. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നല്ല മണമാണ്. ഇങ്ങനെ കടുക് താളിച്ച് ചേർക്കുമ്പോൾ നല്ല മണമാണ്. നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം. കുറുമ കറി
റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അപ്പവും കൂടെ ചുട്ട് നോക്കാം. അപ്പത്തിന് നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ്. തേങ്ങയുടെയൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഉപ്പ് നേരത്തെ ചേർത്ത് കഴിഞ്ഞാലും ഒരുപാട് പുളിച്ചതിൻ്റെ ടേസ്റ്റ് പോവും. നമ്മൾ പഞ്ചസാരയും തേങ്ങയും മാത്രം അരിയുടെ കൂടെ ചേർത്ത് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ 8 മണിക്ക് ഇടുവാണെങ്കിൽ നമുക്ക് 10-12 മണിക്ക് അരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് ഫ്രിഡ്ജിൽ വെക്കാം മാവ്. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉപ്പ് ചേർത്താൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് 6 മണിക്കെടുത്ത് അല്ലെങ്കിൽ 5 മണിക്കെടുത്ത് വെളിയിൽ വയ്ക്കുകയാണെങ്കിൽ 6 മണിക്ക് നമുക്ക് അപ്പം ചുടാം. അതല്ല നിങ്ങൾ രാത്രിയിലാണ് വൈകിട്ട് അരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പളേ ഉപ്പ് ചേർത്ത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട, വെളിയിൽ വെച്ചാൽ മതിയാകും. അല്ലെങ്കിൽ നമ്മൾ ഉപ്പും പഞ്ചസാരയും ഇതേപോലെ തേങ്ങയും മാത്രം ചേർത്ത് അരച്ചിട്ട് രാവിലെ ചുടുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പേ ഉപ്പ് ചേർത്താൽ മതിയാകും. അപ്പോൾ അധികം പുളിച്ചു പോയില്ല. തേങ്ങയുടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.